അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. അദ്ദേഹത്തിന്റെ നയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ ജെൻഡറിന്റെ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ച് പല ആളുകളും രംഗത്ത് വരുമ്പോൾ തന്നെ അവർ പലപ്പോഴും വിസ്മരിക്കുന്ന വേറെ ചില വശങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ നയങ്ങളിലുണ്ട് എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച. ആദ്യം നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം ഒരു നിലക്കൊരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. അതൊന്ന് നമുക്ക് ആദ്യം കേൾക്കാം. As of today, it will henceforth be the official policy of the United States government that there are only two genders, male and female. അപ്പോൾ ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പോളിസിയാണെന്ത്, ആകെ 2 ജെൻഡറുകൾ മാത്രമേ ഉള്ളൂ, അത് ആണും പെണ്ണും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ 2000 വരേക്കും അല്ല, ജെൻഡറുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 2000 വരേക്കും 2, പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് 176 പിന്നെ ഇപ്പോൾ 2025 പിന്നെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2-3 വശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ലീനിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അതിലും 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഇത് തീർച്ചയായും ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുന്നു എന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ ഇതിന് തീർച്ചയായിട്ടും ഇത് കാരണമാവേണ്ടതുണ്ട്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ഈ LGBT പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഒരു വിളനിലമായി നിന്നു എന്ന് മാത്രമല്ല, അത് ലോകത്തേക്ക് മുഴുവൻ എക്സ്പോർട്ട് ചെയ്തൊരു രാജ്യം കൂടിയാണിത് ഈ അമേരിക്ക എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഫണ്ട് കൊടുത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ, ഇപ്പം പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ LGBT പ്രൊപ്പഗണ്ട അവിടെ നടപ്പിലാക്കില്ല എന്ന നയം പല രാജ്യങ്ങളും എടുത്തപ്പോൾ അവിടേക്കുള്ള ഫണ്ടിങ്ങും അവിടേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിർത്തലാക്കിയ ആളുകളാണ് ആര്? ഈ 2 ജെൻഡറേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല രാജ്യങ്ങളെയും പട്ടിണിക്കിട്ട രാജ്യമാണ് ആര്? അമേരിക്ക. അപ്പം അത്രയും വലിയ പ്രോജക്റ്റ് നടത്തിയ ആളുകൾ ഇന്ന് തിരിഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ് 2 ജെൻഡറേ ഉള്ളൂ, അതാണ് ഒഫീഷ്യൽ പോളിസി എന്ന് പറയാം. മാത്രമല്ല, ഇതിൽ വേറെ രസം എന്താ വെച്ചാൽ, ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ഇലക്ഷൻ പ്രചാരണ കാലത്ത് LGBTs ഫോർ ട്രംപ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലാഗ് പിടിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ ഇതിനോട് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്നും LGBTക്കൊക്കെ അനുകൂലമൊക്കെ തന്നെ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ മയപ്പെടുത്തി പോകുമായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് ഇത് കുറച്ച് കാലമായിട്ട് വലിയ രൂപത്തിൽ അതിനെതിരായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു സൊസൈറ്റി ഇത്തരത്തിലുള്ള ഒരു ആശയം നടപ്പിലാക്കി അതിൻ്റെ എല്ലാ എക്സ്ട്രീമുകളിലേക്കും എത്തിയതിന് ശേഷം തിരിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പല വിഷയത്തിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാവുന്നതിനെ നിയന്ത്രിക്കുന്ന ജനസംഖ്യ അത് ഭയങ്കര മോശമാണ്, കുട്ടികൾ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പല രാജ്യങ്ങളും ഇന്ന് തിരിഞ്ഞടക്കുകയാണ്. ഇപ്പോൾ ചൈനൻ്റെ ഉദാഹരണം നമുക്കറിയാം. യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ്, പല രീതിയിലുള്ള ബോണസുകളും എയ്ഡുകളും ധനസഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് പരമാവധി കുട്ടികൾ ഉണ്ടാവുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഈ അമേരിക്കയുടെ തന്നെ ഇന്നത്തെ പോളിസീസൊക്കെ പരമാവധി സ്വാധീനിക്കുന്ന ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഒരിക്കലും ഇനി വരാൻ പോകുന്നത് ഒരു ജനസംഖ്യ പിന്നെ കൂടിയതിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൊളാപ്സ് ആണ് ഇനി നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാൻ പോകുന്നൊരു പ്രശ്നം. ഒരു വർക്കിംഗ് പോപ്പുലേഷൻ കുറവായിരിക്കും, യങ് പോപ്പുലേഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് യൂറോപ്പ് തകരും, അമേരിക്ക തകരും, ചൈന തകരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇലോൺ മസ്കും അതുപോലെ തന്നെ ആലിബാബയുടെ ഫൗണ്ടർ നടത്തിയിട്ടുള്ള ജാക്ക് മായും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ്, ഒരു ചർച്ചയൊക്കെ വളരെ വൈറലായിരുന്നു. അപ്പോൾ ഇലോൺ മസ്ക് അവിടെ പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇത് നമ്മളൊക്കെ ഈവൻ ഞാൻ പോലും, എനിക്ക് വരെ ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ മാൽത്തൂസിയൻ സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആൾ കൂടുമ്പം റിസോഴ്സസ് കുറയും, റിസോഴ്സ് കുറഞ്ഞാൽ പോവർട്ടി ഉണ്ടാകും, ഇങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം അത് നേരെ തിരിച്ചു നടക്കുകയാണ് എല്ലാ ലോകരാജ്യങ്ങളും. ഇപ്പം ഇന്ത്യയെ ലോകം മുഴുക്കെ ഒരു വലിയൊരു ഡെവലപ്പിംഗ് പവറായിട്ട് കാണാൻ കാരണം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്. ചൈന ലോക പവർ ആയതെന്താണെന്ന് വെച്ചാൽ അവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ചൈന പിന്നോട്ട് പോകുന്നു എന്നുള്ള ചർച്ച വരാൻ കാരണം അവിടെ ആൾ കുറയുന്നു എന്നുള്ളതാണ്. ജപ്പാൻ എന്നുള്ള ലോകം തന്നെ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള ചർച്ച വരാൻ കാരണം ജപ്പാനിൽ ആളില്ല എന്നുള്ളതാണ്. യൂറോപ്പിലെ ഗ്രേയിങ് ഓഫ് യൂറോപ്പ്, അവിടെ പിന്നെ നരക്കുന്ന യൂറോപ്പ് എന്നുള്ള ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ, ഒരു പോളിസി അവർ തന്നെ ചിന്തിച്ചുണ്ടാക്കി അത് നടപ്പിലാക്കി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇതാകെ അതിന്റെ ഭവിഷ്യത്ത് അവർ തന്നെ തിരിച്ചറിഞ്ഞു. ഇപ്പൊ അവർ തിരിച്ചടക്കാണ്. പിന്നെ ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഇലോൺ മസ്കിന് വേറെ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇലോൺ മസ്കിന്റെ മകളായിരുന്നു
അപ്പോഴാണ് മൂപ്പര് കുറെ അത് മുമ്പൊക്കെ ഉള്ള വ്യക്തിപരമായിട്ട് തന്നെ മൂപ്പർക്ക് അത് നേരിട്ട നേരിട്ട് അനുഭവിച്ചു. മൂപ്പരുടെ കുറച്ച് മുമ്പുള്ള ട്വീറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലിബറൽ ലെഫ്റ്റ് മൈൻഡ് ആയിരുന്നു. പക്ഷെ സ്വന്തം വീട്ടിൽ ഈ സാധനം വന്ന് കയറി വീട്ടിൽ മുട്ടിയപ്പോഴാണ് എന്ത് ചെയ്തത് മൂപ്പർക്ക് ഇത് മനസ്സിലായത്. അതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. ഞാനിനി ജെൻഡർ പൊളിറ്റിക്സിനെതിരെ യുദ്ധം യുദ്ധം ചെയ്യും. വേജിംഗ് വാർ അഗൈൻസ്റ്റ് ജെൻഡർ പൊളിറ്റിക്സ് എന്നായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു, സ്വന്തം മോന് മോളായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് അബ്സേർഡാണ്, ആ തിയറി അബ്സേർഡ് ആണെന്നുള്ളത് മൂപ്പർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുള്ളത് കൊണ്ടല്ല, മറിച്ച് മൂപ്പർക്ക് അത് മനസ്സിലായി, നേരിട്ട് കാണുകയാണ് എന്ത് അതിൻ്റെ ഒരു അബ്സേർഡിറ്റി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇലോൺ മസ്ക് കുറച്ച് കാലമായിട്ട് എന്താണ് ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരായിട്ട് നിരന്തരമായി ട്വീറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഇലോൺ മസ്കും ട്രംപും കൂടി ചേർന്നപ്പോൾ പിന്നെ എന്തായാലും ആ രൂപത്തിലുള്ള ഒരു പോളിസികളിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായും മനുഷ്യന്റെ ചിന്തക്കും യുക്തിക്കും ഉണ്ടാകുന്ന ഒരു പരിമിതി. മനുഷ്യനിങ്ങനെ ചിന്തിച്ചിട്ട് എന്നാ പിന്നെ ഇവിടെ പലതരത്തിലുള്ള ചിന്താഗതികളുള്ളവരുണ്ടല്ലോ, എന്നാൽ പിന്നെ അവരെ പരിഗണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2 ജെൻഡർ എന്നുള്ളത് പിന്നെ കുറച്ച് കൂടുതലാക്കി കളയാം. 10 16 പിന്നെ 40 42 53 പിന്നെ അത് 100 140 162 അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇത് ശരിയല്ല. ഇത് ശരിയാണ്, വ്യത്യസ്തതകൾ ഉണ്ടാവും പല ആളുകൾക്കും, അവരുടെ ചിന്തയിലും അല്ലെങ്കിൽ അവരുടെ ഓറിയന്റേഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ നോർമൽ എന്നുള്ളതിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന രൂപത്തിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ ജെൻഡറാക്കാൻ നിന്നാൽ ഇതിങ്ങനെ എവിടെയും എത്താതെ പോകും എന്നുള്ളതും, അതേപോലെ അമേരിക്ക എന്തുകൊണ്ട് ഇത് തിരിഞ്ഞു നടക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഒരു സോഷ്യൽ കോൺസിക്വൻസുകൾ അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ, അതായത് അവർ തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സംഗതികൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ള. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മളൊരു ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് മറ്റൊരാൾ നേരിട്ട അനുഭവം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടായ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അത് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇത് അങ്ങനെയല്ല. ഇത് അവർ 10-30 കൊല്ലം മുമ്പ് നടപ്പാക്കിയത് കാര്യങ്ങൾ അവർ 100 കൊല്ലം മുമ്പ് നടപ്പാക്കി പരാജയപ്പെട്ട് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ തിരിച്ചു നടക്കാൻ തുടങ്ങിയ, തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പഴയ മാതിരി ആയി എന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒരു സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇതിപ്പം ഇവിടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്നിട്ട് അന്ന് അവർ പിന്നെ ഒരു പക്ഷേ ഇപ്പം ഈ മാൽത്തൂസിയൻ സിദ്ധാന്തമൊക്കെ വെച്ചിട്ട് 10-100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുക. അതേപോലെ ഈ ജെൻഡറിന്റെ കാര്യത്തിൽ ഒരു 10-30-50 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ തിയറികൾ അതിപ്പോൾ ഇവിടെ ഇറക്കുമതി ചെയ്യുക. അതെ, പഴകി പുളിച്ച ആ ആർഗ്യുമെന്റ്സ് ഇപ്പം ഇവിടെ ഇറക്കുമതി ചെയ്യുക. അപ്പം ഇതൊക്കെ ഇത് സംഭവിക്കുമ്പോൾ ലോകം നിരീക്ഷിച്ചിട്ട്, ലോകം കണ്ടിട്ട്, അത് അവർക്ക് നേരിട്ട പരാജയം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പാഠം പഠിച്ച് അത് മുന്നോട്ട് പോകുക എന്നുള്ളതിന് ഉപരി ഇത് അന്ധമായിട്ടുള്ളൊരു ഇതൊരു കോമൺ സെൻസ് ആണ്. ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എടുത്തു. ഇപ്പം ഞാനൊരു കാർ എടുക്കുകയാണ്, ഞാൻ കാർ പോകുമ്പം എൻ്റെ പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾ അതേ കാർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ എങ്ങനെയുണ്ട് കാറ്. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾ ആ കാർ എടുത്തിട്ട് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, അത് പിന്നെ സ്റ്റാർട്ട് ആവില്ല അല്ലെങ്കിൽ എല്ലാ നിലക്കുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കാർ എടുക്കാൻ നിൽക്കൂല. ഇതേപോലെ ഇവിടേക്ക് ഒരു തിയറി ഇറക്കുമതി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു പുരോഗമനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഈ തിയറി അപ്ലൈ ചെയ്ത് കുറച്ച് കാലം ഓടിയ കാറുകൾ ഉണ്ടല്ലോ, അത് യൂറോപ്പിൽ എന്ത് സംഭവിച്ചു, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, ഇപ്പം അവരെങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. പക്ഷെ അത് ചെയ്യുന്നില്ല. ആ യൂറോപ്പിലൊക്കെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ അമേരിക്കയിലൊക്കെ ഇത് നടപ്പിലാക്കി, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്താണ്. കാരണം സ്ത്രീകളുടെ സുരക്ഷയെ വലിയ രൂപത്തിൽ അത് ബാധിക്കുന്നു. കാരണം ആണ് പെണ്ണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആർക്കും എന്തുമാവാം, അല്ലെങ്കിൽ ആർക്കും എന്തായിട്ടും ഐഡന്റിഫൈ ചെയ്യാം. എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നു അതാണ് അവർ എന്ന് പറയുന്നതോടുകൂടി ഒരു നിലക്കും സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ പറ്റുന്ന ഒരു സാമൂഹികമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതെ അതൊക്കെ തകർന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഈവൻ സ്പോർട്സിലാകട്ടെ, അല്ലെങ്കിൽ അവരുടെ ടോയ്ലറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പേസസ് ആകട്ടെ, അല്ലെങ്കിൽ വാഷ്റൂമുകളാകട്ടെ, ഇങ്ങനെയുള്ള എവിടെ നോക്കിയാലും ഒരാണിന് കയറി ചെല്ലാൻ പറ്റുന്നൊരവസ്ഥ, അതിന് മുഖേന ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിട്ട് കാണുക. അതേപോലെ തന്നെ കുട്ടികളിലേക്കുള്ള ഇൻഡോക്ട്രിനേഷൻ, പിന്നെ അത് മാതാപിതാക്കൾക്ക് തടയാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ട് അവിടെയുള്ള ജനസമൂഹം വലിയ രൂപത്തിൽ എന്ത് ചെയ്യാണ്, തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യും. ഇവിടെ സൂചിപ്പിച്ചല്ലോ മറ്റേ സ്ത്രീകളുടെ സേഫ് സോണുകൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഫെമിനിസം ഒക്കെ തുടങ്ങുന്നത് തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടാണ്. പക്ഷേ LGBT പൊളിറ്റിക്സിന്റെ സ്വാധീനം കാരണം ഫെമിനിസത്തിന് പോലും വുമൺ എന്താണ്, ഒരു സ്ത്രീ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും
സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു തിരിഞ്ഞു നടത്തണ്ടായത്. ഈ തിരിഞ്ഞു നടത്തത്തിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇതിൽ പരിഗണിക്കുന്ന ഒരു വിഷയം. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ജെൻഡറിന്റെ വിഷയത്തിൽ നമ്മളതിനെ വിമർശിക്കാറുണ്ട്, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവായിട്ട്. പക്ഷേ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഡാറ്റകൾ വെച്ച് ഇന്ന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യരുത് എന്ന് നമ്മൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് തന്നെ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ജെൻഡർ പൊളിറ്റിക്സ് എതിരാണ്, LGBTQIA പൊളിറ്റിക്സിനെതിരാണ്, ഈ ഒരു അബ്സേർഡിറ്റിക്ക് എതിരാണ്. അതുകൊണ്ട് നമ്മൾ ട്രംപിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവർ പരിഗണിക്കാതെ പോകുന്ന വേറെ കുറെ വശങ്ങളുണ്ട്. ഇപ്പൊ ട്രംപിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ട്രംപിനെ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായില്ല. അപ്പൊ അതും നമ്മളൊന്ന് പ്രധാനമായിട്ട് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തോന്നുന്നു. ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഈ നിലപാട് എടുക്കുക എന്നുള്ളത് മൂപ്പരെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു കാരണമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇതെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല, ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇത്രയും അബ്സേർഡ് ആയ ഒരു തിയറി യഥാർത്ഥത്തിൽ ഒരു സിവിലൈസേഷണൽ ഡിക്ലൈൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ട്രംപിനെ പോലെ ഒരു വലത് പക്ഷത്തൊക്കെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമൂഹം വീക്കായി പോകുക എന്ന് പറഞ്ഞാൽ, ഇലോൺ മസ്ക് ഒക്കെ എപ്പോഴും പറയുന്നതാണ് യൂറോപ്പ് ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്പും ഗ്രേറ്റ് ആയി നിൽക്കണം. അതിന് ഈ പറഞ്ഞ സിവിലൈസേഷൻ ഡിക്ലൈൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തിയറീസും കൊണ്ട് പോയാൽ നമ്മൾ തകർന്നു പോകും ചങ്ങായിമാരെന്നാണ് ഇലോൺ മസ്ക് പറയും. കാരണം മൂപ്പര് കുറച്ചും കൂടി ഭയങ്കര റൈറ്റ് വിങ് ആയിട്ട് പിന്നെ അമേരിക്ക, യൂറോപ്പ്, അതിൻ്റെ ഒരു യൂറോ സെൻട്രസ് അതിലൊക്കെ ഇങ്ങനെ അഭിരമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തകരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, പക്ഷെ അത് ആ ഒരു അർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാണ്. അവർ എന്നല്ല, ഏത് സമൂഹമാണെങ്കിലും ഇത് തകരും. അതായത് ആ ഒരു സമൂഹം തകരുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ രീതിയിലാണ് അത്രയും അപഹാസ്യമായിട്ടുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ഈ ജെൻഡർ തിയറിയും. പിന്നെ പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ ജനസംഖ്യ കുറയ്ക്കലും കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിന്റെ തകർച്ചയാണ് ഇതിലൂടെ സംഭവിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ഇല്ലാതാവുക എന്നുള്ളൊരു ഇതിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു നയം എടുത്തേ പറ്റുള്ളൂ. ഗതികേടാണ്, അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യേണ്ടെന്ന് അവർ ഭയങ്കര സംഭവം ആയതുകൊണ്ടല്ല. ഗതികേട് കൊണ്ട് ഇത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് LGBTs ഫോർ ട്രംപ് എന്ന് പറഞ്ഞ് നടന്ന ആള് ഇനി 2 ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് അവർക്ക് അതേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്, ഒരു സൊസൈറ്റിയിൽ അതേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ട്രംപിനെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യുക, ട്രംപ് എന്തോ പിന്നെ ഈ സമൂഹത്തെ തകർക്കാൻ വന്ന ഒരു തിയറിയെ തച്ചുടച്ച ഒരു മിഷിയായിട്ടൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ അപഹാസ്യമാണെന്ന് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ റൈറ്റ് വിങ് എന്ന് പറയുന്നത് ശരിയാണ്, റൈറ്റ് വിങ്ങിലും ലെഫ്റ്റിലും നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, റൈറ്റിൽ നോക്കുകയാണെങ്കിൽ റൈറ്റിലും കുറേ പ്രശ്നങ്ങളുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ റൈറ്റ് വിങ് എന്ന് പറയാം അതിൻ്റെ പൊതുവായൊരു രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പിന്നെന്താ പറയുക ഇമോഷണലായി, അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ പിന്നെ ഔട്ട്റൈറ്റായി കുറച്ച് ആളുകൾ അവർക്ക് വേണ്ട ആളുകൾക്ക് അപ്പുറത്തുള്ളവരെയൊക്കെ പിന്നെ ആളുകളെ തന്നെ ഒരു ജനസമൂഹത്തെ തന്നെ അപരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പൊതുവിൽ നമുക്ക് റൈറ്റ് വിങ്. അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു രൂപത്തിലെ കാണാം. അത് തന്നെയാണ് ഇവരുടെ ജെൻഡർ പൊളിറ്റിക്സ്. നമുക്ക് ഈ ജെൻഡർ വിഷയത്തിൽ തന്നെ ട്രംപിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശരിക്കും ഇല്ല. കാരണം ഈ റൈറ്റ് വിങ് എങ്ങനെയാണ് ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുന്നത്? അത് ഒരു ജനവിഭാഗത്തെ അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ടാണ്, അവരെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നമ്മൾ നിരന്തരമായി LGBT വിഷയം സംസാരിക്കുന്ന ആളുകളാണ്. നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ജനവിഭാഗത്തോട് നമുക്ക് എന്തോ അങ്ങോട്ട് അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ട്രാൻസ്ജെൻഡറുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇരകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഈ പറഞ്ഞ പ്രൊപ്പഗണ്ടയിൽ പെട്ട് വീണുപോയ ആളുകളാണ്. അവർക്കടക്കമുള്ള പരിഹാര ശ്രമങ്ങൾ ഈ LGBT പൊളിറ്റിക്സ് ഇല്ലാതാക്കുകയാണ് എന്നതാണ് നമ്മുടെ വാദം. അപ്പോൾ യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നം കൂടുതൽ തീക്ഷ്ണമാക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗം സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ജെൻഡർ പൊളിറ്റിക്സിലൂടെ സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇവരോടുള്ള സമീപനത്തിന്റെ ബേസ് എന്ന് പറയുന്നത് നസീഹത്താണ്. കാരണം ഇവരടക്കം മനുഷ്യന്മാരാണ്. നമ്മളെല്ലാവരും പറയുന്നതാണ്, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവരടക്കം മനുഷ്യന്മാരാണ്. ഈ ട്രാൻസ്ജെൻഡർ ആകട്ടെ, ഇന്റർസെക്സ് ആകട്ടെ, ഹോമോസെക്ഷൽ, എല്ലാവരും മനുഷ്യന്മാരാണ്. എന്നാൽ അവരോട് ധാർമ്മികമായി ഇവർ ചെയ്യുന്ന ചില പ്രവർത്തികളോട് നമുക്ക് നമുക്ക് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യനോടുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഈ ജെൻഡർ പൊളിറ്റിക്സ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ പോലെ മാറ്റി പിടിപ്പിക്കാൻ പറ്റിയ, അതിന്റെ എഞ്ചിന് മാറ്റി വേറെ എഞ്ചിൻ വെക്കുകയും അതിന്റെ ബോഡി മാറ്റി വേറെ ബോഡി വെക്കുക, അങ്ങനെ ഒരു വെറും യന്ത്രം പോലെ
ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അതെ. അപ്പോൾ അതല്ല നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നസീഹത്ത്, എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ചിന്തകളിൽ, മനസ്സുകളിൽ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളുടെ അടക്കം ചിന്തകളിൽ പല പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പലതും തോന്നുന്നുള്ളതുകൊണ്ട് ഞാൻ അതാവുന്നില്ല. എൻ്റെ തോന്നലുകളെ ഞാൻ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഞാനാകുന്നത്. അതേപോലെ പല തോന്നലുകളും നമുക്കുണ്ടാവാം. ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നിയേക്കാം, മൃഗത്തോട് അട്രാക്ഷൻ തോന്നിയേക്കാം, പലതിനോട് അട്രാക്ഷൻ തോന്നിയേക്കാം. പക്ഷേ അതിനൊക്കെ ചില ധാർമ്മികതയുടെ അതിർവരമ്പുകൾ വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ആളുകൾ അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോവുക, അല്ലെങ്കിൽ ഒരു സ്വത്വം എന്ന നിലക്ക് അത് പ്രഖ്യാപിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അതൊക്കെ തോന്നലുകളിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ നമ്മൾ എന്നാൽ അതേ സമയത്ത് അവർക്ക് പല ആളുകൾക്കും ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാവും. ബയോളജിക്കൽ ഇഷ്യൂസ്, ഇന്റർസെക്സിനൊക്കെ ബയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ അനുഭാവപൂർവ്വം അതിനെ പരിഗണിക്കുക എന്നതുകൊണ്ട് എന്തില്ല, ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ ജെൻഡർ ഉണ്ടാവുന്നില്ല, അവരൊക്കെ ഇതിൽ തന്നെ പെടുന്ന ആളുകളാണ് എന്നതാണ് നമ്മുടെ ഒരു സമീപനത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ഈ റൈറ്റ് വിങ് ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി അവരങ്ങോട്ട് ശത്രുക്കളായി പ്രഖ്യാപിച്ച് ആ രൂപത്തിൽ വളരെ മിലിറ്റൻ്റായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് റൈറ്റ് വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയത്തിൽ പോലും നമുക്ക് അവരെ പൂർണ്ണമായിട്ട് അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുറേ ഇപ്പോൾ റേസിസ്റ്റ് എലമെന്റ്സ് ഉണ്ട്, കുറേ വംശീയമായിട്ടുള്ള, അതായത് നമ്മൾ ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം, അതെ, വംശഹത്യ, അതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവർ നേർക്കുനേരെ അങ്ങനെ വംശഹത്യ ചെയ്യണം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്നതിൽ അതിൻ്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ അതായത് പലസ്തീനികളെ അവരെ മനുഷ്യരായി പോലും കാണാത്ത നിലപാടാണ്. അതായത് ഹ്യൂമൻ ആനിമൽസ്, അതെ, ഹ്യൂമൻ ആനിമൽസ് എന്നാണ് നേർക്കുനേരെ അവർ മന്ത്രി വിളിക്കുകയാണ്. അപ്പോൾ അത് ആ നിലപാടിനെ എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ അതിന് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു വിഭാഗം അവർ ജനിച്ചു, അവരുടെ മണ്ണിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവരെ അവിടുന്ന് ആട്ടിപ്പായിക്കണം, ആ രീതിയിലുള്ള ഒരു വംശീയമായിട്ട് തന്നെയുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള ചിന്തയാണ് ഇവർ പുലർത്തുന്നത് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് പറയും. ഇപ്പോൾ ഈ ഇലോൺ മസ്ക് ഈ അടുത്ത് ട്വീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ യൂറോപ്പ് ഇസ്ലാമൈസ് ചെയ്യാൻ പോവാണ്, അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന അഭയാർത്ഥികളാണ് പ്രശ്നക്കാർ എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ ഏതുവരെ വെച്ചാൽ AFD, ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഡച്ച്ലാൻഡ് എന്നുള്ള ആ ഒരു പാർട്ടിയെ എൻഡോസ് ചെയ്യുക, അങ്ങനെ യൂറോപ്പിൽ നിന്നും ഈ മുസ്ലിം കുടിയേറ്റക്കാരെ ഇല്ലാതാക്കുക, അല്ലാതെ യൂറോപ്പിന് രക്ഷയില്ല എന്ന് പറയാം. അതേപോലെ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെയുള്ള ഒരാളാണ് പിന്നെ UK എന്ന് പറയുന്നത് 20 കൊല്ലം കൊണ്ട് യൂറോപ്പിലുള്ള ആദ്യത്തെ മുസ്ലിം രാജ്യമാകും എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളാണ് പ്രശ്നക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം കുടിയേറ്റക്കാരാണ് പ്രശ്നക്കാർ എന്നിങ്ങനെ പറയുക, അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക. ഈ ഒരു ലൈനാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഇവരിങ്ങനെ ചിന്തിക്കുള്ളൂ, അല്ലെ? എപ്പോഴും ഒരു അപരനെ ഉണ്ടാക്കുക, ആ അപരനെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇന്ത്യയിൽ ആദ്യം തന്നെ അവരുടെ താത്വിക അടിസ്ഥാനം ഉണ്ടാക്കുമ്പോൾ തന്നെ കുറെ അപരന്മാരുണ്ടാക്കി കഴിഞ്ഞു. എന്ന് വെച്ചാൽ 3Ms എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം, മാർക്സിസ്റ്റ്, മിഷണറീസ്, 3 ശത്രുക്കൾ അവർ ആദ്യം തന്നെ ഇതിലെന്താ വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും ഇവർക്കൊരു യൂണിഫിക്കേഷൻ കൊണ്ടുവരണം. അതായത് അവർ ആഗ്രഹിക്കുന്ന ഒരു ജനത്തിന്റെ യൂണിഫിക്കേഷൻ കൊണ്ട്. അപ്പൊ ആ യൂണിഫിക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ ഇവർക്കൊരു അടിസ്ഥാനമില്ല, അത് കൊണ്ടുവരാനുള്ള ഒരു അടിസ്ഥാനമില്ല. പിന്നെ ആകെയുള്ള ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു അപരനെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ പേടിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ യൂണിഫൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാലത്തും മാറാത്തൊരു സാധനമാണ്, അത് ഡീപ്പ് റൂട്ടഡ് ആണ്. ഇപ്പം ഇസ്ലാം മതം മാറണമെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പം ഇപ്പോൾ ഒരാൾക്ക് വന്നിട്ട് ഒരു ഷഹാദത്ത് കലിമ ഉച്ചരിച്ചാൽ അയാളും ഇസ്ലാമായി, നമുക്ക് അയാളുമായിട്ട് അല്ലേ, നമുക്ക് കുടുംബപരമായിട്ട് റിലേഷൻ ഉണ്ടാക്കാം, വിവാഹബന്ധം ഏർപ്പെടാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതെങ്ങനെയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അത് പോകുന്നില്ല. അപ്പോൾ അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ജാതി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ജാതി ശ്രേണി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഈ താഴെ ആയിട്ട് കരുതപ്പെടുന്ന ആളുകളോടുള്ള വിവേചനമൊക്കെ അത് അടപടലം നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇത് മറിച്ചു വെച്ചിട്ട് ഒരു യൂണിഫിക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ ഇവർക്ക് ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പം നിരന്തരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഇപ്പം ഓരോ ദിവസവും ഇങ്ങനെ പുതിയ വിവാദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മുസ്ലിമിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പ്രത്യേകിച്ചും ഈ സംഘ് ആശയക്കാർ. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരങ്ങോട്ട് നോക്കരുത്. അല്ല, ഇങ്ങോട്ട് നോക്കിയാൽ സംഭവിക്കുന്ന വെച്ചാല് തൊട്ടടുത്തിരിക്കുന്ന ഈ ഹിന്ദു ഐക്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, കല്യാണം കഴിക്കാൻ പറ്റൂല. അപ്പൊ എല്ലാ നിലക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കാറ്റേർഡ് ആയിട്ട്, എന്നാൽ നമുക്ക് അവരുമായിട്ട് കല്യാണം കഴിക്കാം. ഒരു ഷഹാദത്ത് കലിമ ചൊല്ലി കഴിഞ്ഞാൽ അവരുമായിട്ട് ഷഹാദത്ത് കലിമ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നമ്മ എല്ലാരെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും എല്ലാരെയും സൃഷ്ടിച്ച സട്ടാവിനെ കീയൊതുങ്ങാം എന്ന് തീരുമാനിക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജാതിയിലേക്ക് പ്രവേശിക്കുക അങ്ങനൊന്നുമല്ല. എല്ലാവരും
നമ്മളെല്ലാവരും സൃഷ്ടിച്ച സട്ടാവിനെ അംഗീകരിക്കുക. ഇത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഒരു മിനിമം റിക്വയർമെന്റ്. അതൊരു ആശയപരമായ റിക്വയർമെന്റ് ആണ്, അല്ലാതെ ഒരു വംശീയമായ റിക്വയർമെന്റ് അല്ല. ജന്മത്തിനെ കൊണ്ട് ഒരാളെങ്കിലും ഇപ്പോൾ ഒരാൾ ജനിച്ചു, അയാൾ മുസ്ലിം മതത്തിൽ ജനിച്ചു, അയാൾ ഉന്നതനാണ്, അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, അയാളുടെ അധമനാണ് അല്ലെങ്കിൽ ഉന്നതനാണ്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവിന് നിങ്ങൾ കീഴൊതുങ്ങാൻ തയ്യാറാണോ? അതാണ് മുസ്ലിം എന്നുള്ള പദത്തിന്റെ അർത്ഥം. കീഴൊതുങ്ങാൻ തയ്യാറാണെങ്കിൽ ഓക്കെയാണ്, ആശയപരമായി നമ്മൾ ഒരുമിച്ച് പോകും, നമുക്ക് വിവാഹബന്ധമാവാം. കീഴൊതുങ്ങാൻ തയ്യാറല്ലേ എങ്കിൽ നമുക്ക് ഇതിലൊക്കെയുള്ള ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ പലപ്പോഴും മുസ്ലിങ്ങൾ അന്യായമായി പല തട്ടിയെടുക്കുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നേരെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അവരുടെ ഈ ജാതി ശ്രേണിയിൽപ്പെട്ട അടിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒന്നുമില്ല. അവർ വളരെ സീറോ ആണ്. എന്നിട്ട് അവരെ കൊണ്ടാണ് ഈ പറയിപ്പിക്കുന്നത് മുസ്ലിം തട്ടിയെടുക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന ഇരട്ടിയോ അതിൽ എത്രയോ ഇരട്ടി അധികം ഇവരുടെ ഇടയിലുള്ള മേലാളന്മാർ തട്ടിയെടുത്ത സെൻസ് അവരുടെ കയ്യിലാണ് ഈ പവറും അധികാരവും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവരുടെ കയ്യിലാണ്. എന്നിട്ട് അത് അവരങ്ങോട്ട് നോക്കുന്നതിന് പകരം മുസ്ലിമിനെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ട് ആ ഒരു ശത്രുതയും ആ ഒരു അപരവൽക്കരണവും ഒക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യൂണിഫിക്കേഷൻ, കൃത്യമായിട്ടൊരു യൂണിഫിക്കേഷൻ കൊണ്ടുവരികയും അത് അധികാരത്തിനുള്ള ഒരു ചവിട്ടുപടിയാക്കി ഉപയോഗപ്പെടുത്തി അത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഈ ഒരു റൈറ്റ് വിങ് വലതുപക്ഷത്തിന്റെ ആളുകളുടെ ഒരു പൊതു സ്വഭാവം. ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ 3 ശത്രുക്കളെ പ്രഖ്യാപിച്ചു: മുസ്ലിം മിഷണറീസ്, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രൈസ്തവർ. ഇവരാണ് ആഭ്യന്തര ശത്രുക്കൾ. ഈ ശത്രുക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേരണം. ഈവൻ പല ആൾക്കാർ സാവർക്കർക്ക് പറഞ്ഞത് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ട് പോലും നമ്മുടെ ഊർജ്ജം കളയരുത്, ഊർജ്ജ സംരക്ഷണ നിയമമാണ്, ഊർജ്ജം കളയരുത്. എന്ത് ചെയ്യണം? നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും മാർക്സിസ്റ്റുകൾക്കെതിരെയും ഘട്ടം ഘട്ടമായിട്ട്, ഒറ്റയടിക്ക് എല്ലാവരെയും പോയിട്ട് ഇതാക്കണ്ട. ആദ്യം മുസ്ലിങ്ങൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെ ക്രൈസ്തവർ. അങ്ങനെയാണ് അതിന്റെ ഒരു. അതിൽ തന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം നോക്കും. ഇപ്പൊ അവരുടെ എണ്ണത്തിൽപ്പെട്ട ഒരു ടീമാണ് ക്രൈസ്തവർ. ഇപ്പൊ കേരളത്തിൽ തൽക്കാലം അവരെ കൂട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അവരെ തീർച്ചയായിട്ടും അവർ അതിലേക്ക് വീണിട്ടില്ല. എന്നാൽ ചെറിയൊരു ന്യൂനപക്ഷം ഈ അജണ്ടകൾ അറിയാത്തവർ ചിലപ്പോൾ അതെ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൂട്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെയുള്ള അതിൽ തന്നെ അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ച ഒരു വിഭാഗത്തെ തന്നെ തൽക്കാലം ആദ്യം ഒന്നാമത്തെ ശത്രു ഞങ്ങൾ തീർക്കട്ടെ, അതുവരെ രണ്ടാമത്തെ മൂന്നാമത്തെ ശത്രു ഇപ്പൊ തൽക്കാലം ഞങ്ങളെ കൂടെ നിൽക്കുക, എന്നിട്ട് തന്നെ അവര് തീർന്നതിന് ശേഷം അടുത്ത ആൾക്കാരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കി, അപരന്മാരുണ്ടാക്കി അതിനെതിരെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവർക്ക് ഇതേ പറ്റുള്ളൂ. കാരണം ഇവരെ യൂണിഫൈ ചെയ്യാൻ ഇവർക്ക് ഒരു അടിസ്ഥാനം ഇല്ല. ഈ ഒരു ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതും ഇത് തന്നെയാണ്. അന്ന് ജൂതന്മാരായിരുന്നു അവിടെ ഇരകള്, ഇന്ന് അവർ വേട്ടക്കാർ ആണ്. പക്ഷെ അന്ന് അവരോട് ചെയ്തതും ഇത് തന്നെയായിരുന്നു. അവർ വളരെ ചെറിയ ന്യൂനപക്ഷമായിരുന്നു. അവരെ ചൂണ്ടിക്കാണിച്ച് ജർമ്മനിയുടെ എല്ലാ പ്രശ്നങ്ങളും കാരണം അവരാണ് നിരന്തരമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഈ സംഘപരിവാർ ചെയ്യുന്ന പോലെ ദിവസവും ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതൊക്കെ അന്ന് ജൂതന്മാർ ചെയ്തതാണ് എന്ന് പറഞ്ഞു അവരെ നിരന്തരമായിട്ട് യൂറോപ്പിന്റെ പല ഭാഗത്തും ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട്. പിന്നെ ജൂതന്മാർ അത് വെച്ചാൽ ഭയങ്കര സിമിലാരിറ്റി തോന്നും. ഇപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ജൂതന്മാർ അവര് പിന്നെ വൃത്തിയില്ലാത്തവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവര് ബുദ്ധി ഇല്ലാത്തവരാണ്, അങ്ങനെ എല്ലാ നിലക്കും അവരൊരു മോശക്കാരാണ് എന്നിങ്ങനെ പറഞ്ഞ് അവസാനം ഒരു വംശത്തിലേക്ക് എത്തിക്കുക. ഇതന്നെയാണ് ഹിറ്റ്ലറിന്റെ ജർമ്മനിയിലും എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടത്. അപ്പൊ ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലേക്ക് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ഇപ്പം നേരെ പോയിട്ട് ജൂതന്മാരെ ഇല്ലാതാക്കാൻ അവർക്കൊരു ജൂതൻ എന്ന് പറഞ്ഞ ശത്രു ഇല്ല. അപ്പൊ പിന്നെ അടുത്ത ശത്രു ആരാ? അടുത്ത ശത്രു പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ വെച്ചാൽ എല്ലാ രാജ്യത്തും എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ മൊത്തം ആരാണ്? ഈ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും വേണം. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ ഓൾറെഡി ഉണ്ട്. അവർ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ എന്താ ഇത്? അവർ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ കാരണമായി. ഈവൻ എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയുക, ഒരു റെയിൽവേ ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അതിൻ്റെ അടുത്ത് എന്തെങ്കിലും മുസ്ലിം പള്ളി ഉണ്ടോ നോക്കിയിട്ട് അതിന് കുറ്റക്കാരാക്കുക. ഇതേപോലെ യൂറോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AFD ആകട്ടെ, അതേപോലെ തന്നെ ബ്രിട്ടനിലെ റൈറ്റ് വിങ് പാർട്ടി ആകട്ടെ, എല്ലാവരും എന്ത് ചെയ്യാണ്? പുതിയൊരു അപരനം ഉണ്ടാക്കിയിട്ട് മുസ്ലിം കുടിയേറ്റക്കാർ, ഇങ്ങനെ ഉള്ള നമുക്കൊരു ശത്രുവുണ്ട് അവർക്കെതിരായിട്ട്. അതേപോലെ തന്നെ അമേരിക്കയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഈ പറഞ്ഞ മാർക്സിസ്റ്റ് എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേപോലെ മുസ്ലിങ്ങൾ, ഈ രണ്ടാളുകൾ. എന്നിട്ട് ആ മാർക്സിസ്റ്റുകളെ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ലെഫ്റ്റ് ഐഡിയോളജികൾക്ക് എതിരായിട്ട് ഇത്തരത്തിലുള്ള ഈ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗും ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു പോളിസി എടുത്തു എന്നുള്ളതിന്റെ പേരിൽ അതിൽ പലതും ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും, ചിലത് റോങ് ആയിരിക്കാം. പക്ഷേ ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ചില പോളിസികൾ നമ്മൾക്ക് യോജിക്കുന്നുണ്ടാവും, ചിലത് യോജിക്കാത്തതുണ്ടാവും. ഇസ്ലാമിൻ്റെതായ ഒരു നിലപാടുണ്ട്. നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുന്നത്
നമ്മുടെ നിലപാടിൽ നിന്നുകൊണ്ടാണ്. യോജിക്കുന്നിടത്ത് നമുക്ക് ആരുമായിട്ട് യോജിക്കാം. അവർ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളത് ശരിയാണെന്ന് പറയും, അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് അതിൽ കവിഞ്ഞ് ഒരു പ്രത്യേക മമത ഇടതിനോടോ വലതിനോടോ ആ ഒരു പക്ഷത്തോട് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ട്രംപിനെ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയത്തിൽ ഒരു പരിധിവരെ നമ്മൾ യോജിക്കുമെങ്കിലും പിന്തുണയ്ക്കുമെങ്കിലും, പക്ഷെ ബാക്കിയുള്ള ഒരുപാട് വിഷയങ്ങൾ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയത്തിൽ തന്നെ മൂപ്പരുടെ സമീപനം അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിന്റെ സമീപനത്തോട് നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റൂല. മറ്റു അതിന്റെ കാരണം ഡീപ്പർ റൂട്ട് ആയിട്ടുള്ളത് ഈ റൈറ്റ് വിങ്ങിന്റെ പൊതുവായ സമീപനം, അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല തന്നെ. സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വലത്തോട്ടോ ഇടത്തോട്ടോ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് നേരെ പോയാൽ മതി എന്നുള്ളതാണ് സിറാത്തുൽ മുസ്തഖീം, അല്ലെങ്കിൽ ഒരു മധ്യമ നിലപാട്. കാരണം ലെഫ്റ്റ് ഓൾറെഡി നമ്മൾ കുറെ സംസാരിച്ചാണ്, കൂടുതൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല. വളരെ അബ്സേർഡ് ആയിട്ടുള്ള കുറെ ഐഡിയോളജീസ് ആണ് അവർക്കുള്ളത്. പിന്നെ റൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ വെറുപ്പും വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ ആളുകളെ അപരവൽക്കരിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പറഞ്ഞ രൂപത്തിൽ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യനെ കേവലം ഒരു മെറ്റീരിയലായിട്ട് മാത്രം കാണുന്ന, ഒരു നിലക്കും മനുഷ്യനെ പൂർണ്ണമായി നിർവചിക്കാൻ പറ്റാത്ത ലെഫ്റ്റ് ഒരു ഭാഗത്തും റൈറ്റ് മറുഭാഗത്തും. ഇതിൽ രണ്ടിലേക്കും നമുക്ക് പോകാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു സാധനം, നമ്മൾ നറേറ്റീവ് ഉണ്ടാക്കല്. ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ ഒരു നറേറ്റീവ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജെൻഡർ രണ്ടെണ്ണേ ഉള്ളൂ എന്നൊരു നറേറ്റീവ് വന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതായത് 2000 ശേഷം കുറേ ജെൻഡറുകളുണ്ട്, പിന്നെ പെട്ടെന്ന് 2 ജെൻഡറിലേക്ക് ആക്കുന്നു. അപ്പോൾ ഈ നറേറ്റീവുകൾ രൂപപ്പെടുന്നതിനനുസരിച്ച് ആളുകളുടെ പൊതുബോധം മാറുകയാണ്. അതാണല്ലോ നറേറ്റീവ് രൂപപ്പെടുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ നറേറ്റീവുകൾ രൂപപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് ആദ്യം LGBTQ ഫോർ ട്രംപ് എന്ന് പറഞ്ഞിരുന്ന അതേ ട്രംപ് പിന്നീട് അതിനെ മാറ്റി പിടിക്കുന്ന ഒരാളുടെ ഫണ്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ, ഒരു മുതലാളിയുടെ ഫണ്ട് കിട്ടാൻ തുടങ്ങി, അതായത് എലോൺ മസ്കിന്റെ ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ എലോൺ മസ്ക് LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഫണ്ട് തരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അയാളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത പോലെയായി, ഒരു ബേർഡനായി. അങ്ങനെ ട്രംപ് അതിലേക്ക് ആ മുതലാളിയുടെ താല്പര്യങ്ങൾ, ഒരു മുതലാളിത്ത താല്പര്യത്തിന് വഴങ്ങുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഈ ട്രെൻഡുകൾ പലപ്പോഴും ഇങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ട്രെൻഡിനെ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. ട്രെൻഡുകൾ രൂപപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അധികാരം ആരുടെ കയ്യിലാണോ, അയാളുടെ നെറേറ്റീവ് എന്താണ്, സമ്പത്ത് ആരുടെ കയ്യിലാണോ, അയാൾ ഉദ്ദേശിക്കുന്ന നെറേറ്റീവ് എന്താണ്, ഈ ഒരു രൂപത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ രൂപപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രെൻഡിന്റെ പിറകെ പോകുന്നതിന് പകരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ തയ്യാറാവുക എന്നുള്ളത്. ഏറ്റവും രസമായി തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്കിന്റെ മെറ്റയുടെ മുതലാളി, മൂപ്പര് ഈ ട്രംപ് ജയിച്ച ഉടനെ മൂപ്പര് എന്ത് ചെയ്യാണ്, ജയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് പോളിസി മാറ്റി. എന്ന് വെച്ചാൽ ഇത്രയും കാലം നമുക്ക് മെറ്റയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുഭാഗം തന്നെ പറ്റൂലായിരുന്നു. അപ്പം ഹെയ്റ്റ് സ്പീച്ച് ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തായി, ഇപ്പോൾ കാര്യങ്ങൾ മാറി. അധികാരം ആരുടെ കയ്യിലാന്നുള്ളത് മാറി. അതോടുകൂടി എന്തായി, അധികാരമുള്ളവൻ ഈ പറഞ്ഞ 2 ജെൻഡർ എന്നുള്ള തിയറിക്കാരായതുകൊണ്ട് ഇനിയിപ്പോൾ ജെൻഡറിനെ കുറിച്ച് എന്ത് പറയാം. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഭയങ്കര ഫ്രീ എന്നൊക്കെ പറയുന്ന, ഫ്രീ സ്പീച്ച് എന്നൊക്കെ പറയുന്ന ഈ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഇതാണ്. ഈവൻ ട്വിറ്ററിൽ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ഇലോൺ മസ്ക് ഏറ്റെടുക്കുന്നു, അങ്ങനെ അധികാരം മാറുന്നതോടുകൂടി പിന്നെ ട്വിറ്ററിൽ എന്തായി, ഫുള്ള് ജെൻഡറിന് വിരുദ്ധമായ കാര്യങ്ങളായി, ജെൻഡർ പൊളിറ്റിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി. അതേപോലെ തന്നെ ഇപ്പം അധികാരം മാറിയപ്പം ഫേസ്ബുക്കിലും മെറ്റയിലും ഇനി എന്താ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നറേറ്റീവുകൾ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കാൻ ചില ഫ്രീ സ്പീച്ച് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് കുറച്ച് ഫ്രീ കൂടുതലാണ്, ചിലതിന് കുറച്ച് ഫ്രീഡം കുറവാണ് എന്നുള്ളത് തന്നെ. അതായത് നമ്മൾ ഫ്രീ എന്ന് കരുതുന്ന സ്പേസുകൾ പോലും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പം ഇസ്രായേൽ പാലസ്റ്റൈൻ, ഇപ്പം ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും ഒരു ജനോസൈഡിന് എതിരായിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആളുകളെ ഇങ്ങനെ കൊന്നു തള്ളുക, അവരെ ഹ്യൂമൻ ആനിമൽസ് എന്ന് വിളിച്ച് അമലൈക്സിനെ പോലെ നമ്മൾ ബൈബിളിൽ പറഞ്ഞ കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അവരെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനോസൈഡ് നടത്തുകയാണ്. അപ്പം അങ്ങനെ ജനോസൈഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സാക്ഷി അതിനെതിരെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചിത്രങ്ങൾ ഇടാൻ പറ്റൂല. കാരണം എന്താ, അവരുടെ കയ്യിലാണ് അധികാരം. അവരുടെ കയ്യിലാണ് ഈ അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടാണ് ഈ ജനോസൈഡ് നടത്തുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അമേരിക്ക ഇല്ലെങ്കിൽ ഈ ജനോസൈഡ് നടക്കൂല. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ, അഥവാ അധികാരമുള്ളവന്റെ ജനോസൈഡാണിത്. അപ്പോൾ അതിനെതിരായിട്ട് പറയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്ര ഫ്രീ അല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അത് ഈ വംശഹത്യക്കെതിരായ പോസ്റ്റ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഷാഡോ ബാൻ ഉണ്ടാവും, അല്ലെങ്കിൽ റീച്ച് ഉണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാത്ത വിഷയങ്ങൾ ഇട്ട് നോക്കിയാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ആർക്കും മനസ്സിലാവും. അപ്പം അധികാരമുള്ളവൻ അവൻ്റെ സംസാരങ്ങൾ. ഇപ്പം അതേ സമയത്ത്
ഈ കഴിഞ്ഞ ദിവസമാണ് UN എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പിന്നെ വംശഹത്യ വിരുദ്ധ ദിനം അല്ലെങ്കിൽ ഈ ഹോളോകോസ്റ്റ് വിരുദ്ധ ദിനം ആചരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ഇപ്പൊ ഹിറ്റ്ലർ ഇല്ല, ഹിറ്റ്ലറിന്റെ കയ്യിൽ അധികാരമില്ല, ഹിറ്റ്ലറിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികാരമുള്ളവരാകട്ടെ ഈ പറഞ്ഞ ഹോളോകോസ്റ്റ് നേരിട്ട ആളുകളുമാണ്. അപ്പൊ അതിനെതിരെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും ഭയങ്കര മാനവികരാകും. അതേ യൂറോപ്യൻ യൂണിയന്റെ അതേ സദസ്സിൽ വെച്ചിട്ട് തന്നെ ഫലസ്തീന്റെ വിഷയം ഉയർത്തി ഒരാള്, ഒരു പോളിഷ് പ്രതിനിധിയാണെന്ന് തോന്നുന്നു, പോളണ്ടിന്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ജൂതന്മാർക്കെതിരെയുള്ള ഹോളോകോസ്റ്റിന്റെ വിഷയത്തിലാണ് ഇവിടെ മൗന പ്രാർത്ഥന, അങ്ങനെ എന്താ പറയുന്നത്, സൈലന്റ് പ്രെയർ. പക്ഷെ ഇതേ സംഭവം ഇപ്പൊ ജനസൈഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കുകയാണ്. അതേ യൂറോപ്യൻ യൂണിയൻ അവിടെ അവരാ പ്രാർത്ഥിക്കുന്നു, നിശബ്ദ പ്രാർത്ഥന നടത്തുന്നു. അതായത് ഫ്രീ സ്പീച്ചിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായിട്ട് സ്വയം പറയുന്ന ആളുകൾ തന്നെയാണ് ഈ ചെയ്യുന്നത്. ഫലസ്തീനിലെ ജനസൈഡിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് അവർക്കൊരു നിശബ്ദ പ്രാർത്ഥന ഇല്ല എന്ന് അയാൾ ചോദിക്കണ്ട. ആ ചോദിക്കുമ്പോൾ അയാളെ പിടിച്ച് പുറത്താക്കണം അവിടുന്ന്. അപ്പൊ ഇവിടൊക്കെ നറേറ്റീവ് ആരുണ്ടാക്കുന്നു? അധികാരമുള്ളവൻ എന്തു പറയുന്നു, അവന്റെ നറേറ്റീവുകൾ. ഇപ്പൊ ഈ അടുത്ത് ഡീപ് സീക്ക് വന്നപ്പോ ചൈനയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡീപ് സീക്കിനോട് നമ്മൾ ഉയ്ഗൂർ മുസ്ലിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കുറച്ചങ്ങനെ ടൈപ്പ് ചെയ്യും, പിന്നെ അത് ഇറേസ് ചെയ്തിട്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ശരിക്കും അവരാണ് ഇനി ഈ മാർക്കറ്റ് കൈയടക്കുന്നുണ്ടെങ്കിൽ ചൈന ചെയ്യുന്ന ജനോസൈഡിനെ എന്ത് ചെയ്യാൻ പറ്റൂല, കൊണ്ടുവരാൻ പറ്റൂല, അല്ലെങ്കിൽ അതിന് വിസിബിലിറ്റി കുറവായിരിക്കും. ഇത് വളരെ എവിഡന്റ് ആണ്. അത് ഈവൻ ChatGPT ആയാൽ പോലും അവിടെ അമേരിക്കയുടെ താല്പര്യങ്ങളായിരിക്കും ChatGPT സംരക്ഷിക്കുന്നത്. ഫലസ്തീൻ വിഷയം ചോദിച്ചാൽ ആരുടെ ഭാഗത്ത് തന്നെയാണ്? അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്നാൽ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ കാര്യം ചോദിച്ചാൽ ChatGPTക്ക് കുറെ പറയാനുണ്ടാവും. നേരെ തിരിച്ച് ഡീപ് സീക്കിനോട് ചോദിച്ചാൽ തിരിച്ച് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്നത്, ഇത് സാധാരണക്കാർ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ, ഇപ്പൊ ചൈനയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഇങ്ങനെയുള്ള വൻ പവറുകളുടെ അവർ ഉണ്ടാക്കുന്ന നറേറ്റീവുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ChatGPTയിൽ അടിച്ചാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബയാസും ഇല്ലാത്ത ഉത്തരങ്ങളാണല്ലോ വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ല, മറിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളത് തന്നെ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ChatGPT ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാത്ത കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് ലോകം ഈ ഒരു യൂണിപോളാർ വേൾഡിലാണ് ഈ കറങ്ങുന്നത്. ലോകം ഈ അമേരിക്കൻ താല്പര്യങ്ങളിലാണ് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ പോലും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ഒരു ചിന്തക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പം ചൈനയുടേത് കുറച്ചൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണല്ലേ സംഭവങ്ങൾ. ഓരോരുത്തരുടെയും അവർ എടുക്കുന്ന നറേറ്റീവുകളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണല്ലേ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും, നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴും, നമ്മൾ ChatGPT ഉപയോഗിക്കുമ്പോഴും, ഡീപ് സീക്ക് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള വഴികൾ നമ്മൾ തേടണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ രൂപത്തിലുള്ള പിന്നെ ഈ റൈറ്റ് ആകട്ടെ ലെഫ്റ്റ് ആകട്ടെ അവരുണ്ടാക്കുന്ന നറേറ്റീവുകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യന്റെ പക്ഷം, അല്ലെങ്കിൽ നന്മയുടെ പക്ഷം, അല്ലെങ്കിൽ ഗുണകാംക്ഷയുടെ പക്ഷം, ധാർമ്മികതയുടെ പക്ഷം ചേരാൻ നമുക്ക് പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് ട്രംപിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എടുത്ത ചില പോളിസികൾ, ആ പോളിസികൾ ചിലതിനോട് നമ്മൾ ഒരു പരിധിവരെ, പൂർണ്ണമായി അല്ലെങ്കിലും ഒരു പരിധിവരെ യോജിക്കുമെങ്കിലും അദ്ദേഹത്തിനോട് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. അതിന് നമുക്ക് ഒരു കൃത്യമായ ഒരു ധാർമ്മികമായ ഒരു അച്ചുണ്ട്, ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇങ്ങനെ അനുകൂലിച്ചു, അതുകൊണ്ട് ഇനി നമ്മൾ ട്രംപിന്റെ എല്ലാ നിലപാടുകളും അനുകൂലിക്കാം എന്ന തെറ്റായ ഒരു നിലപാടാണ് എടുക്കുന്നത് എന്നാണ് നമ്മുടെ ആ വിഷയത്തിലുള്ള ഒരു നിലപാട്. എന്നാൽ അതോടൊപ്പം തന്നെ നറേറ്റീവുകൾ ആരാണ് ഉണ്ടാക്കുന്നത്? ആ നറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് ഒരു അൺബയാസ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടാണോ? ഇതൊക്കെ നമ്മുടെ ചർച്ചയിൽ വന്നു. ഏതായാലും ഇനി ഈ വിഷയങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ പരിഗണനയിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ഓരോ സ്റ്റാൻഡുകൾ, ഓരോ നിലപാടുകളും എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.